സംസ്ഥാനത്ത് തുടർഭരണ സാധ്യതയെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തൽ. CPIക്ക് 15 സീറ്റുകളിൽ വരെ ജയസാധ്യത. കെ രാജനും GR അനിലും വൻ വിജയം നേടുമെന്ന് എക്സിക്യൂട്ടീവിൽ വിലയിരുത്തൽ. CPIയുടെ 4 മന്ത്രിമാരും ജയിക്കും. കരുനാഗപ്പള്ളിയിലും മൂവാറ്റുപുഴയിലും തിരിച്ചടി സാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും CPI എക്സിക്യൂട്ടീവ്. വിവരങ്ങളുമായി അർജുനാണ് ചേരുന്നത്. അർജുൻ, തുടർഭരണത്തിൽ ചില സീറ്റുകൾ നഷ്ടമാകുമെന്ന് CPIM പറയുമ്പോഴും കടുത്ത ആത്മവിശ്വാസത്തിലാണ് CPI. അങ്ങനെയല്ലേ അർജുൻ മനസ്സിലാക്കേണ്ടത്? ലിമിഷ, തീർച്ചയായും ചില മണ്ഡലങ്ങൾ കൈവിട്ടു പോകുമെങ്കിലും സംസ്ഥാനത്ത് ഭൂരിപക്ഷം നേടി തുടർഭരണം തുടർഭരണം നേടും എന്ന് തന്നെയാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തുന്നത്. മണ്ഡലം കമ്മിറ്റികൾ നൽകിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് കൂടി വിലയിരുത്തിയ ശേഷമാണ് CPI അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. CPIക്ക് 15 സീറ്റുകളിൽ വരെ ജയസാധ്യത ഉണ്ട് എന്നാണ് എക്സിക്യൂട്ടീവ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ വട്ടം 17 സീറ്റിലാണ് CPI ജയിച്ചത്. അത്രയും സീറ്റ് ഉണ്ടാകില്ല എന്ന വിലയിരുത്തൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വെച്ചു പുലർത്തുന്നുണ്ട്. പാർട്ടിയുടെ സിറ്റിംഗ് മണ്ഡലങ്ങൾ ചിലത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ വിലയിരുത്തിയത് പീരുമേട്, തൃശൂർ, നാദാപുരം മണ്ഡലങ്ങൾ ആണ് ഒരു വിജയപ്രതീക്ഷ കുറഞ്ഞത് എന്ന വിലയിരുത്തൽ CPIക്ക് ഉള്ളത്. അവിടെ ഒരുപക്ഷെ തോൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലാണ് CPIക്ക് ഉള്ളത്. അതേസമയത്ത് ശക്തമായ മത്സരം ഉണ്ട് എന്ന് മണ്ഡലം കമ്മിറ്റികൾ വിലയിരുത്തിയ ചടയമംഗലം, ഒല്ലൂർ മണ്ഡലങ്ങളിൽ ആ സിറ്റിംഗ് MLA-മാർ, അതായത് മന്ത്രിമാരായ കെ രാജനും ചിഞ്ചു റാണിയും വിജയിക്കുമെന്ന് CPI വിലയിരുത്തുന്നു. മന്ത്രിമാരായിട്ടുള്ള 4 പേരും വിജയിക്കും എന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തുന്നത്. GR അനിലും വൻ വിജയം നേടും എന്നാണ് വിലയിരുത്തൽ. CPI ആലപ്പുഴയിൽ പേപ്പറിൽ മത്സരിച്ച P പ്രസാദ് വലിയ വിജയം നേടും എന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ മണ്ഡലം കമ്മിറ്റികൾക്ക് ആശങ്ക ഉണ്ട്. അത് പട്ടാമ്പി, അടൂർ മണ്ഡലങ്ങളാണ്. പക്ഷേ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് എത്തുമ്പോൾ ഈ സിറ്റിംഗ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലിലാണ് എത്തുന്നത്. ലിമിഷ, ശരി, നന്ദി അർജുൻ വിവരങ്ങൾക്ക്.